ഹാലലുയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 145 അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞ് ഇരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ദൈവം വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു. അപ്പം നമ്മുടെ ദൈവം തകർന്നിരിക്കുന്നവനെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നിരാശയിലിരിക്കുന്നവന് സമാധാനം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം തകർച്ചയുടെ അവസ്ഥയിൽ, കുടുംബ തകർച്ചയുടെ അവസ്ഥയിൽ തകർച്ചകളെ മാറ്റി അവൻ കുടുംബത്തിന് സമാധാനം നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് രക്ഷ നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളോട് മനസ്സലിവുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ഇന്ന് ബിസിനസ് മേഖലകളിൽ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ്. എൻ്റെ ദൈവം നിന്നെ താങ്ങി നടത്തുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദര, പ്രിയ മാതാവേ, നിൻ്റെ നിലവിളിക്ക് അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. സങ്കീർത്തനം 138:7, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ദൈവത്തിൻ്റെ വലങ്കൈ ഇന്ന് കണ്ണുനീരോടെ ഇരിക്കുന്ന മാതാവേ, പ്രിയ സഹോദരി, നീ ലോകത്തിൻ്റെ വളരെ ദൂരെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ കണ്ണുനീരിനെ കണ്ട് അവൻ ഇന്ന് നിനക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇന്ന് നിനക്ക് നീ വിചാരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ അവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. യഹോവേ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഇന്ന് നീ കർത്താവിനെ സത്യമായി വിശ്വസിച്ച് വിളിക്കുകയാണോ? നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകുന്ന, അവൻ നിനക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. അതാ സങ്കീർത്തനം 115:18 പറയുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അവർക്ക് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഇന്ന് നിലവിളിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിലവിളി കേട്ട് അവൻ കടന്നു പോകുന്ന ദൈവമല്ല, നിൻ്റെ നിലവിളി കേട്ട് അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അതിന് നീ ഇന്ന് വിശ്വസിക്കുവാൻ സാധിക്കണം. അതിന് നീ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവാൻ, നിൻ്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ സമർപ്പിക്കുവാൻ സാധിക്കണം. അതേ സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വിളിച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ, നീതിമാൻ തകർന്നു പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതിന് നിൻ്റെ ജീവിതത്തിലുള്ള ഭാരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഒന്ന് വെക്കുവാൻ തീരുമാനമെടുത്താൽ, നിൻ്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യുന്ന, നിൻ്റെ ജീവിതത്തിൽ അതിശയം ചെയ്യുന്ന, നിന്നെ വഴി നടത്തുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവിക കരുതലിനെ, ഒരു ദൈവിക സാന്നിധ്യത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവിശ്വാസങ്ങൾ
നമ്മളെ അത് പിന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ നാം വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുവാൻ തീരുമാനമെടുത്താൽ അത്ഭുതങ്ങളെ അതിശയങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ കരുതലിനെ കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമടും ലഘുവുമാകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. ഈ ഭാരം ലോകപരമായി ഒരു സിമൻറ്റ് ചുമക്കുന്ന ഭാരമല്ല, അല്ലെങ്കിൽ ഒരു ചാക്ക് അരി ചുമക്കുന്ന ഭാരമല്ല, അല്ലെങ്കിൽ ഒരു കൊട്ട മെറ്റിൽ ചുമക്കുന്ന ഭാരമല്ല, അല്ലെങ്കിൽ ഒരു കെട്ട് പലചരക്ക് സാധനങ്ങൾ ചുമക്കുന്ന ഭാരമല്ല. നിൻ്റെ ജീവിതത്തിൽ നിന്നെക്കൊണ്ട് സാധിക്കാത്ത ചില ഭാരങ്ങളുണ്ട്. അത് കുടുംബത്തെ പറ്റിയുള്ള ആശയം, അതിൽ കുഞ്ഞുങ്ങളെ തലമുറകളെ പറ്റിയുള്ള ഭാരമായിരിക്കാം, ഭാര്യയെ പറ്റിയുള്ള ഭാരമായിരിക്കാം, ഭർത്താവിനെ പറ്റിയുള്ള ഭാരമായിരിക്കാം, കുടുംബങ്ങളെ പറ്റിയുള്ള ഭാരമായിരിക്കാം, ജോലി സംബന്ധമായുള്ള ഭാരങ്ങളായിരിക്കാം. ഈ ഭാരങ്ങളെ നീ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചാൽ അവൻ നിനക്ക് സമാധാനവും ആശ്വാസവും നൽകുന്ന ദൈവമാണ്. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് നാം അവൻ്റെ നുകമെടുക്കുവാനും, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമായിരിക്കുന്നു. സങ്കീർത്തനം മത്തായിയുടെ സുവിശേഷം 11:30 പറയുന്നത് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പം നാം നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് അവൻ്റെ നുഖമെടുക്കുവാൻ, അവൻ്റെ ചുമട് ലഘുവുമാകുന്നു. അവൻ്റെ നുകം, ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ നാം തീരുമാനമെടുത്താൽ നമ്മുടെ ഭാരങ്ങളെ മാറ്റുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരുതലെ നമുക്ക് ആസ്വദിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, നാം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്കുകളെ കേട്ട് നാം ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ നിശ്ചയമായി അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അതിന് നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരായി നാം ഭാരപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് നടക്കാതെ നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവനത് പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. സങ്കീർത്തനം 55:22 പോലെ പറയുന്നത് പോലെ നിൻ്റെ ഭാരങ്ങൾ നീ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. സമാധാനമില്ലാതെ അലയുന്നവർ, കഷ്ടതയിൽ അലയുന്നവർ, ജോലിയില്ലാതെ അലയുന്നവർ എല്ലാവരും കർത്താവ് പറയുന്നു, എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നൽകുന്ന ദൈവമാണ്, ഞാൻ മനസ്സലിവുള്ള ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, അതേ സങ്കീർത്തനം 45:14 പറയുന്നത്, വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തിയിലും ദയാലുമാകുന്നു. നമ്മുടെ ദൈവം അവൻ കരുണയുള്ള ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, ദയാലുവായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. അവൻ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ആ ക്രിസ്തുവിൽ നാം ആശ്രയിക്കുന്നവരായി മാറട്ടെ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായിരിക്കുന്നു. ഈ പ്രോഗ്രാം കാണുമ്പോൾ സത്യമായി നിലവിളിക്കുന്ന ചില കുടുംബങ്ങളോട്
ദൂത് പറയുന്നത്, നിൻ്റെ കുടുംബം തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ കുടുംബത്തിൻ്റെ കടഭാരങ്ങളെ അവൻ മാറ്റുന്ന ദൈവമാണ്. ഇന്ന് ജപ്തിയുടെ അവസ്ഥയിലൂടെ കണ്ണുനീര് കരയുന്ന കുടുംബജീവിതമേ, കർത്താവ് നിനക്കായി പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നതിനെ അവൻ നിവർത്തുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗപിതാവേ, കേട്ട വചനത്തിനായി നന്ദി പറയുന്നു. ജനത്തെയെല്ലാം അനുഗ്രഹിക്കുന്നു. ഇന്ന് അനേക മേഖലകൾക്കും ഈ സ്വർഗം വാതിലുകൾ വഴികൾ തുറന്നതിനായി അനേക ഞെരുക്കവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ വാതിലുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എല്ലാ ഫൈനാൻസ് മേഖലകൾ തുറക്കപ്പെടട്ടെ. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ, ആശ്വാസമുണ്ടാകട്ടെ. റീബ, അനേക കുഞ്ഞുങ്ങൾ നിരാശയിലിരിക്കുന്ന, അനാഥരായി ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു സമാധാനത്തെയും ഒരു വിടുതലിനെയും കൽപ്പിക്കുന്നു. എല്ലാ അടഞ്ഞ മേഖലകൾ, വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. കർത്താവേ, നീ വാതിലുകൾ വഴികൾ തുറന്നതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.